2018-19 സീസൺ ക്ലോപ്പിനു കീഴിൽ ലിവർപൂൾ തങ്ങളുടെ സുവർണകാലം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കിട്ടാക്കനിയായ പ്രീമിയർ ലീഗ് കിരീടം ലക്ഷ്യം വെച്ച് ആൻഫീൽഡുകാർ ഏറ്റവും പീക്ക് സമയത്തിലൂടെയാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. മോസലയും സാദിയോ മാനയും ഫിർമിനോയും ആൻഫീൽഡിനെ അടക്കി ഭരിച്ചിരുന്ന കാലം. എല്ലാം കൊണ്ടും ക്ലോപ്പിന്റെ ലിവർപൂൾ പ്രീമിയർ ലീഗ് കിരീടം നേടുമെന്ന് തന്നെ ഉറപ്പിച്ചതായിരുന്നു. പെപ്പിന്റെ സിറ്റിയെ പോലും പിറകിലാക്കി വ്യക്തമായ ആധിപത്യത്തിൽ ലിവർപൂൾ അജയ്യരായി കുതിക്കുകയാണ്. യുണൈറ്റഡും ആർസണലും ന്യൂകാസ്റ്റിലും അടങ്ങുന്നവരെ തകർത്തെത്തുന്ന ചെമ്പടക്ക് ഇനി നേരിടാനുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെയാണ്. സിറ്റിയെ തകർത്താൽ രണ്ടാം സ്ഥാനക്കാരെക്കാളും 10 പോയിന്റ് മുകളിലായിരിക്കും ലിവർപൂളിന്റെ സ്ഥാനം. ആവേശകരമായ മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ തുടക്കമിട്ട മുന്നേറ്റം മാനയിലേക്ക് എത്തുന്നുണ്ട്. സാദിയോയുടെ ഷോട്ട് എഡേഴ്സനെ കബളിപ്പിച്ചെങ്കിലും പന്ത് ക്രോസ് ബാറിൽ ഇടിച്ചു തെറിക്കുകയായിരുന്നു. റീബൗണ്ട് വന്ന പന്തിനെ ക്ലിയർ ചെയ്യുന്ന സ്റ്റോയിനിസിന്റെ ഷോട്ട് എഡേഴ്സണിൽ തട്ടി വീണ്ടും പോസ്റ്റിലേക്ക്. എന്നാൽ അവിടെയും സ്റ്റോയിനിസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ഒരു വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. ഗോളെന്നുറപ്പിച്ച മട്ടിൽ ലിവർപൂൾ താരങ്ങൾ അപ്പീലിനായി റഫറിയെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗോൾ ലൈൻ ടെക്നോളജിയിൽ പന്ത് ലൈൻ കടക്കാൻ അല്പം കൂടിയുണ്ടായിരുന്നു. അഗ്യൂറയുടെയും സാനയുടെയും തകർപ്പൻ ഗോളിൽ 2-1 സിറ്റി ആ മത്സരത്തിൽ വിജയിക്കുമ്പോൾ നേരിയ വ്യത്യാസത്തിലാണ് ലിവർപൂളിന് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ മത്സരത്തിലെ തോൽവി പോയിന്റ് ടേബിളിനെ ഇത്രയും മാറ്റിമറിക്കുമെന്ന് ആരും കരുതി കാണില്ല. സിറ്റിയെക്കാളും 7 പോയിന്റ് മുന്നിലുള്ള ലിവർപൂളിന് പിന്നീട് വന്ന മത്സരത്തിലെ സമനിലകൾ 2ാം സ്ഥാനക്കാരാക്കി മാറ്റി. മറുഭാഗത്ത് സിറ്റി ഓരോ മത്സരങ്ങളും വിജയിച്ചപ്പോൾ ആ സീസണിൽ ലിവർപൂളിനെ പിന്തള്ളി സിറ്റി തന്നെ പ്രീമിയർ ലീഗ് കിരീടം ചൂടുകയുണ്ടായി. ഒരൊറ്റ പോയിന്റിന്റെ പിൻബലത്തിൽ പെപ്പും സംഘവും കിരീടം ഉറപ്പിക്കുമ്പോൾ 2ാം സ്ഥാനക്കാരായ ലിവർപൂളിന് ഒരൊറ്റ തോൽവി മാത്രമായിരുന്നു നേരിട്ടത്, അതും സിറ്റിക്കെതിരെയുള്ള ആ തോൽവി. എന്നാൽ പന്ത് ലൈൻ കടക്കാനുള്ള ചെറിയ ദൂരത്തിന് ലിവർപൂളിന് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ഒരുപക്ഷെ അതൊരു ഗോളായി മാറുകയാണെങ്കിൽ ആ സീസണിലെ കിരീട വിജയി ലിവർപൂളായേനെ. ആ ഒരൊറ്റ മത്സരമാണ് ആൻഫീൽഡ് ആരാധകരുടെ 3 പതിറ്റാണ്ടിന്റെ സ്വപ്നങ്ങളെ തകർത്ത് കളഞ്ഞത്. തൊട്ടടുത്ത വർഷം അതേ മികവോടെ ലിവർപൂൾ ഇംഗ്ലണ്ടിന്റെ രാജാക്കന്മാരായി മാറുന്നുണ്ട്. കൺമുമ്പിൽ നഷ്ടമായത് ക്ലോപ്പ് തിരികെ പിടിക്കുന്നുണ്ട്. ഇന്നിതാ പ്രീമിയർ ലീഗ് അതിന്റെ അവസാന ഘട്ടത്തോട്ടടുക്കും തോറും ലിവർപൂളിന്റെ 1ാം സ്ഥാനത്തിന് യാതൊരു ഇളക്കവും സംഭവിക്കാതെ അവർ മുന്നേറുകയാണ്. ക്ലോപ്പിന് ശേഷം ആർനെ സ്ലോട്ട് എന്ന വിഖ്യാതനു കീഴിൽ ലിവർപൂൾ ചരിത്രം രചിക്കുകയാണ്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെ ജേതാക്കളാകും. സെലയുടെ ക്ലാസ് പ്രകടനത്തിന് കോട്ടം തട്ടാത്ത കാലത്തോളം ലിവർപൂൾ എന്നും ഇതേ പകിട്ടിൽ പന്ത് തട്ടും. സെലയുടെ ഗോളോ അസിസ്റ്റോ ഇല്ലാതെ ഒരു മത്സരം പോലും ലിവർപൂൾ ഈയിടെ അവസാനിപ്പിക്കാറില്ല. അടിച്ചതിലും അടിപ്പിച്ചതിലും ഒന്നാമനായി ഇത്തവണത്തെ ബാലൺ ഡിയോറിനും ഏറ്റവും അർഹൻ സെല തന്നെ. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും അവരുടെ കുതിപ്പ് അവസാനിപ്പിക്കുക കിരീടത്തിൽ തന്നെയായിരിക്കും.